നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 2026 ജനുവരി മാസത്തെ പെൻഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെ സ്ത്രീകൾക്ക് ലഭിക്കുന്ന മാസം 1000 രൂപയുടെ പെൻഷൻ പദ്ധതിയെക്കുറിച്ചും ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് തുടർന്നും മുടക്കമില്ലാതെ പെൻഷൻ ലഭിക്കണമെങ്കിൽ നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഇൻഫർമേഷൻ മീഡിയ എന്ന യൂട്യൂബ് ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെന്റ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. 2025 ഡിസംബർ വരെയുള്ള എല്ലാ മാസത്തെ പെൻഷൻ കുടിശ്ശികയും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് ലഭിച്ചു. അത് കുറച്ചെങ്കിലും ബാക്കിയുള്ളത് ചില ക്ഷേമനിധി ബോർഡിൽ ലഭിക്കുന്ന പെൻഷനുകളാണ്. കഴിഞ്ഞ 2 മാസം പോലെ നമുക്ക് ലഭിച്ചിരുന്നത് 1600 രൂപയായിരുന്നു. പിന്നീട് അങ്ങോട്ട് അത് 400 രൂപ കൂടി 2000 രൂപയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ജനുവരി മാസത്തിലായിരിക്കും ഈ വർഷത്തെ താൽക്കാലിക ബജറ്റ് അവതരണം ഉണ്ടായിരിക്കുക. ആ ബജറ്റ് അവതരണത്തിൽ ഇനിയും പെൻഷൻ വേണം കൂടുമെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. 2000 രൂപ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് 2500 രൂപ വരെ ലഭിക്കുമെന്ന് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഏതായാലും ബജറ്റ് അവതരണം വരെ നമുക്ക് കാത്തിരിക്കാം. കഴിഞ്ഞ മാസം വരെ നിങ്ങൾക്ക് പെൻഷൻ ലഭിച്ച ആളുകളാണെങ്കിൽ യെസ് എന്നും അല്ലാത്ത ആളുകൾ നോ എന്നും കമന്റ് ചെയ്യാനും മറക്കരുത്. ഇനിയും കറക്റ്റായി തന്നെ സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന പെൻഷൻ ലഭിക്കണമെങ്കിൽ 2026 മുതൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, കഴിഞ്ഞ വർഷം അവസാനത്തിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവർ എല്ലാ വർഷവും നൽകേണ്ട ഒരു സത്യാമൂലമുണ്ട്. ആ മസ്റ്ററിംഗ് ഉണ്ട്. ആ മസ്റ്ററിംഗ് നിർബന്ധമായിട്ടും ചെയ്യുക. അതുപോലെ തന്നെ വിധവാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ എല്ലാ വർഷവും നൽകേണ്ട സത്യാമൂലം നൽകാത്ത ആളുകളുണ്ടെങ്കിൽ അവരും ഈ ഒരു സത്യാമൂലം നൽകുക. അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് നൽകാൻ ആവശ്യപ്പെട്ടിട്ടും വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്ത ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ അതെല്ലാം നൽകുക. നമുക്കറിയാം, ഇപ്പോൾ പെൻഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓൺലൈൻ വഴിയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം യഥാസമയത്ത് ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പെൻഷൻ മുടങ്ങും. പല ആളുകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ പെൻഷൻ ലഭിക്കാത്ത ആളുകൾ നോ എന്ന് കമൻറ്റ് ചെയ്യാതെ വരുന്ന ആളുകൾക്ക് നമ്മൾ മെസ്സേജ് അയക്കുമ്പോൾ മനസ്സിലാകുന്നത് അവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ യഥാസമയം ചെയ്യാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പെൻഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫസ്റ്റ് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് പുതിയ പെൻഷൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് വാർദ്ധക്യ പെൻഷൻ, വിധവാ പെൻഷൻ, അതുപോലെ തന്നെ കാർഷിക പെൻഷൻ, ഡിസബിലിറ്റി പെൻഷൻ പോലത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫോട്ടോ, പ്രായം തെളിയിക്കുന്ന ഏതെങ്കിലും രേഖ, അത് നിങ്ങളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ആകാം, പാസ്പോർട്ട് ആകാം, ലൈസൻസ് ആകാം, പാൻ കാർഡ് ആകാം, അങ്ങനെ എന്തെങ്കിലും ഒരു രേഖ. അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ കാർഡ്, വോട്ടർ ID കാർഡ്, റേഷൻ കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ്, ഇത്രയും രേഖകളുമായി നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെൻഷൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. 2026 ജനുവരി മാസത്തെ പെൻഷൻ വിതരണം തുടങ്ങാൻ പോകുകയാണ്. ഈ മാസം 18-ാം തീയതിക്കകം തന്നെ പെൻഷൻ ലഭിക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. ഈ മാസം 2000 രൂപയായിരിക്കും അവർക്ക് പെൻഷൻ ലഭിക്കുക. അടുത്ത മാസം മുതലായിരിക്കും പെൻഷൻ വർധന ഉണ്ടെങ്കിൽ അവർക്ക് ആ വർധന കൂടി ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വിധവാ പെൻഷൻ അടക്കമുള്ള പെൻഷനുകളും ഈ ഒരു സമയത്ത് തന്നെ ലഭിക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. ഇനി 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് മാസം 1000 രൂപ ലഭിക്കുന്ന പെൻഷൻ പദ്ധതിയിൽ ഇപ്പോൾ ഏകദേശം 8 ലക്ഷത്തിൻ്റെ അധികം ആളുകൾ ഇപ്പോൾ തന്നെ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. 2/1/2026 വരെയുള്ള കണക്കനുസരിച്ച് ഏകദേശം 8,45,000 മേലെ ആളുകൾ ഇപ്പോൾ തന്നെ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ഇനിയും സർക്കാരിൻ്റെ കണക്കിൽ ഒരുപാട് അപേക്ഷകൾ ഇനിയും ബാക്കിയുണ്ട്. അപേക്ഷ സമർപ്പിക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ കാർഡ്, അതുപോലെ തന്നെ പ്രായം തെളിയിക്കുന്ന ഏതെങ്കിലും ഒരു രേഖ, റേഷൻ കാർഡ് എന്നിവയുമായി നിങ്ങൾ ഏതെങ്കിലും ഒരു അക്ഷയ കേന്ദ്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴി നമുക്ക് സ്വന്തമായി തന്നെ ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഇങ്ങനെ അപേക്ഷ സമർപ്പിച്ച ആളുകൾക്കും ഫെബ്രുവരി മാസം മുതലായിരിക്കും പെൻഷൻ ലഭിക്കുക. മാസം 1000 രൂപയായിരിക്കും അവരുടെ അക്കൗണ്ടിൽ വരിക. ഇങ്ങനെ പെൻഷൻ സംബന്ധമായിട്ടുള്ള അറിയിപ്പുകൾ, അതുപോലെ തന്നെ പെൻഷൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നിവ നിങ്ങൾക്ക് യഥാസമയം തന്നെ ലഭിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.
ഒരുപാട് ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ പഴയ വീഡിയോസുകൾ കാണുന്നുണ്ട്. അങ്ങനെ പഴയ വീഡിയോസുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അറിയിപ്പോൾ ലഭിക്കുകയില്ല. നിർബന്ധമായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.